ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രിൻസ് അബ്രഹാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് TLV എയർപോർട്ട് ആപ്പിനെ കുറിച്ചാണ്. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോയുടെ മുമ്പിൽ ഈ ആപ്പിനെ കുറിച്ചുള്ള പ്രോമോ കണ്ടു കാണും. ഓക്കെ, അപ്പം നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ TLV എയർപോർട്ട് ആപ്പിനെ കുറിച്ച് നമുക്കൊന്ന് ചുരുക്കത്തിൽ അതെന്താണെന്നൊന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ബെൻ ഗുരിയോൺ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഒരു ആധികാരികമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. കൂടാതെ ഇസ്രായേൽ എയർപോർട്ട് അതോറിറ്റിയാണ് ഈ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷനെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എയർപോർട്ടിലേക്ക് ചെല്ലുന്നതിന് മുമ്പോ ഇല്ലെങ്കിൽ എയർപോർട്ടിലിരുന്നോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിലുകളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഒട്ടനവധി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് തരുന്നുണ്ട്. അതെന്തൊക്കെയാണ്, എന്താണ് ഇത്തരം പ്രധാനപ്പെട്ട മെയിനായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ഇൻഫോർമേഷൻ നമുക്ക് ഇവർ നോട്ടിഫിക്കേഷനായിട്ട് നമ്മളെ അറിയിക്കുന്നതാണ്. ക്രിട്ടിക്കൽ ഇൻഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ആവുമോ, പെട്ടെന്ന് തന്നെ അതിൻ്റെ ടൈമിങ്സ് മാറ്റുമോ, ഇല്ലെങ്കിൽ ഫ്ലൈറ്റിൻ്റെ ആ ഒരു ഷെഡ്യൂളിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഇവരെ അറിയിക്കുന്നതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെപ്പോഴും ഇതിനകത്ത് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റിൻ്റെ ടൈമിങ്സ് അറിയാൻ സാധിക്കും. അതിൻ്റെ ഷെഡ്യൂൾ ടൈമിങ്സും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും ഈ ആപ്പ് വഴി അറിയാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും നല്ല കിടിലൻ ഫീച്ചറാണത്. അതായത് ഇപ്പം നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് നമുക്ക് ഫ്ലൈറ്റ് നമ്പർ അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ നമ്മൾ ആ ഫ്ലൈറ്റിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അവിടെ എൻ്റർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളത് സെറ്റ് ആസ് മൈ ഫ്ലൈറ്റ് എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് റിമൈൻഡറായിട്ട് സെറ്റ് ചെയ്യപ്പെടും. സെറ്റ് ചെയ്ത് അതിനകത്ത് കുറേ റിമൈൻഡർ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം നമുക്ക് ആ ഫ്ലൈറ്റിനെ കുറിച്ചുള്ള നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള കാര്യമാണ്. അതൊക്കെ ഞാൻ മുമ്പോട്ട് നമുക്ക് ഈ വീഡിയോയിൽ മുമ്പോട്ട് ഞാൻ അതിനെ ഡെമോ ചെയ്ത് കാണിക്കുന്നതാണ്, ആ ആപ്ലിക്കേഷൻ ഓപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു കാര്യം ഈ സമയത്തൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് എൻ്റെ ഒരു അനുഭവമാണ്, പേഴ്സണൽ അനുഭവമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഞാൻ സ്വന്തമായിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അതായത് നമ്മുടെ ഗോയിബിയോ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് ഞാൻ എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്ത്. 3 മാസങ്ങൾക്ക് മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തു, അങ്ങനെ ഇരിക്കുകയായിരുന്നു. സോ ഞാൻ പോകുന്നതിൻ്റെ ഒരാഴ്ച മുമ്പാണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് എൻ്റെ ഫ്ലൈറ്റ് ക്യാൻസൽ. ആർക്കെയാണ് ബുക്ക് ചെയ്തത്, ആർക്കെ ഫ്ലൈറ്റ് ക്യാൻസലായിപ്പോയി. പെട്ടെന്ന് തന്നെ എനിക്ക് ആ ഫ്ലൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്തത് ഞാൻ നെറ്റ് വഴിയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, നമ്മൾ കൃത്യമായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരെ അറിയിച്ചു തന്നേനെ. അപ്പോൾ ഇങ്ങനെയുള്ള ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഇൻഫോർമേഷനൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ഗുണം. അപ്പോൾ നമുക്കിനി കൂടുതൽ പറയുന്നില്ല, നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ഡെമോ കണ്ടു തന്നെ മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് ആപ്ലിക്കേഷൻ്റെ ഡെമോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ TLV ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാൻ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ മൊബൈലിൽ TLV എയർപോർട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ഒരു സിമ്പിൾ കാണാം. ഓക്കെ, ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് നിങ്ങൾ TLV എയർപോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യമേ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ട ബെൻ ഗുരിയോൺ TLV എയർപോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട്
ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഓപ്പൺ ആണ് കാണിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഞാൻ നേരത്തെ ഐ ആം ഫ്ലൈയിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഞാൻ അതൊന്ന് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ തുടക്കം മുതലേ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം ഇതിങ്ങനെയാണ് നമുക്ക് തുടക്കത്തിൽ ആപ്ലിക്കേഷൻ നമുക്ക് കാണുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു ഇൻ്റർഫേസാണ് ഇതിൻ്റെ ഹോം ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഐ ആം ഫ്ലൈയിങ് എന്ന് പറയുന്ന സ്ഥലത്തൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നിങ്ങൾക്ക് സ്കാനിങ് യുവർ ബോർഡിംഗ് പാസ് ഉണ്ടെങ്കിൽ സ്കാൻ ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിലില്ല, ഞാനത് ചെയ്യുന്നില്ല. എൻ്റർ യുവർ ഫ്ലൈറ്റ് നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് നമ്പർ എൻ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇത് രണ്ടും ഇല്ല, ഞാൻ ഡെസ്റ്റിനേഷൻ കൊടുക്കുകയാണ്. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, ഫ്ലൈയിങ് ടു എങ്ങോട്ടാണ് ഫ്ലൈയിങ് എന്ന് കിടക്കുന്നത് കണ്ടോ, വെളുത്തൊരു പൊട്ട് കിടക്കുന്നുണ്ടോ, അതിനെ നമ്മൾ അങ്ങോട്ടും ഇതേയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞ് ഇപ്പോൾ ഫ്ലൈയിങ് ഫ്രം ആയി. ഞാൻ അതിനെ ഇങ്ങോട്ട് മാറ്റിയപ്പോൾ ഫ്ലൈയിങ് ഫ്രം ആയി, അങ്ങോട്ട് മാറ്റിയപ്പോഴത്തേന് കണ്ടോ അത് ഫ്ലൈയിങ് ടു ആയി. അങ്ങനെയാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്. എന്നിട്ടിവിടെ ഞാൻ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് സെർച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേന് അവിടെ ഏത് ഡേറ്റിലാണ് നമ്മൾ പോകേണ്ടതെന്ന്. അപ്പം ഞാൻ ഇപ്പം ജൂലൈ 1 കൊടുക്കുകയാണ്. നോക്കാം. ഓക്കെ, ജൂലൈ 1 കൊടുത്ത് ആഡ് ചെയ്തു അവിടെ. എന്നിട്ട് സെർച്ച് കൊടുക്കുകയാണ്. അത് കണ്ടോ, അപ്പോൾ ഒരു ഫ്ലൈറ്റ് ഉണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരം അറിയാനായിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നമുക്ക് ആ ഫ്ലൈറ്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും കാണാൻ സാധിക്കുന്നത്. ഡേറ്റ്, ഡിപ്പാർച്ചർ ടൈം, ടെർമിനൽ 3 എന്നാണ് പോകുന്നത്. സോണും ചെക്കിനും മാത്രം ഇവിടെ കാണിക്കാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു ചെക്കിൻ്റെ സമയം 3 മണിക്കൂറിന് മുമ്പാണ് ഈ ഡീറ്റെയിലൊക്കെ ഇവിടെ വരുവുള്ളൂ. ഓക്കെ, പിന്നെ ഇതിനകത്തുള്ള ഒരു മെയിനായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കിതിനെ സെറ്റ് ആസ് മൈ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുക. സെറ്റ് ആസ് മൈ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിട്ടേൺ ഫ്ലൈറ്റും കൂടെ ആഡ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പം എൻ്റെ കയ്യിലില്ല. ഓക്കെ, ഗുണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് സേവായി കിടക്കും. പിന്നെ കണ്ടു ഇവിടെ താഴെ കാണിക്കുന്നുണ്ടോ, ഇനി അടുത്തത് നമുക്ക് ചെക്ക് ഇൻ ചെയ്യണം. അതാണ് കാണിക്കുന്നത്. 30 ദിവസം 21 മണിക്കൂർ 43 മിനിറ്റും കൊണ്ടാണ് എനിക്ക് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് വരുന്നതെന്നാണ് കാണിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. നമ്മൾ പോകുന്ന ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽ എൻ്റർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലൈറ്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും അറിയാൻ സാധിക്കും. പിന്നെ കൂടുതലായിട്ട് റിമൈൻഡേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ പേജിലേക്ക് വരും. ഇവിടെ വന്നിട്ട് നമ്മൾ മൈ റിമൈൻഡേഴ്സ് എന്ന് പറയുന്നിടത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ടോ ഓരോ റിമൈൻഡേഴ്സ് ഇൻബിൽട്ടായിട്ട് റിമൈൻഡേഴ്സ് ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പം പാസ്പോർട്ടും വിസയും മറന്നു പോകാതെ എടുക്കാൻ വേണ്ടി എന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് എഡിറ്റ് കൊടുക്കുന്നു. എന്നിട്ട് റിമൈൻഡ് മീ എന്ന് സെലക്ട് ചെയ്യുന്നു. ഒരു ദിവസം മുമ്പ് എന്നെ പാസ്പോർട്ടും വിസയും എടുക്കാനായിട്ട് മറക്കല്ലേ എന്ന് ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞ് സേവ് കൊടുക്കുന്നു. ഇവിടെ ബിഫോർ ഡിപ്പാർട്ടിംഗ് ആണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം കേട്ടോ. ആഫ്റ്റർ ഡിപ്പാർട്ടിംഗ് ഓർ ബിഫോർ ഡിപ്പാർട്ടിംഗ്. എന്നിട്ട് സേവ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ആ റിമൈൻഡർ സേവായി. അങ്ങനെ ഇപ്പോൾ പുതുതായിട്ട് റിമൈൻഡർ വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങളിത് ഓരോന്ന് നോക്കുക. പിന്നെ ഇതിനകത്ത് ഏറ്റവും വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 24 മണിക്കൂർ മുമ്പ് ബിഫോർ ഡിപ്പാർട്ടിങ്ങിന് മുമ്പ് നമുക്ക് വെബിൽ നമുക്ക് അതായത് ഓൺലൈൻ വഴി നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ സാധിക്കും. 3 മണിക്കൂർ മുമ്പ് ചിലതൊക്കെ ഓപ്പൺ ആവും. അപ്പോൾ അതും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴി ചെക്ക് ഇൻ ചെയ്യുന്ന സംവിധാനം അവിടെ ഓപ്പൺ ആകുമ്പോൾ തന്നെ നമ്മളെ നോട്ടിഫിക്കേഷൻ അറിയിക്കും. നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി ചെക്ക് ഇൻ ചെയ്യാവുന്നതാണ്. അവിടെ പോയി ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് മെനു ഒന്ന് പരിചയപ്പെടാതെ അതിന് വേണ്ടിയിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 3 ബാർ കാണുന്നുണ്ട്. അപ്പോൾ ആ 3 ലൈനിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഈ ആപ്ലിക്കേഷൻ്റെ മെനു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ആപ്ലിക്കേഷൻ്റെ ഇതിനകത്ത് ആദ്യത്തെ മെനുവിലാണ് നമ്മളിന്ന് പോയത് മൈ ട്രിപ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫ്ലൈറ്റ് ഷെഡ്യൂളാണ്. അതായത് ഫ്ലൈറ്റ് ഷെഡ്യൂൾ ഇപ്പം നിലവിൽ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് അതായത് ബെൻ ഗുരിയോൻ എയർപോർട്ടിൽ നിന്ന് പോകുന്നതായിട്ട് ഡിപ്പാർച്ചർ ചെയ്യുന്നതായിട്ടുള്ള ഫ്ലൈറ്റിൻ്റെ വിവരങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇനി അറൈവൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഫ്ലൈറ്റാണ് വരുന്നതെന്നുള്ളതാണ് അതിൻ്റെ ഡീറ്റെയിലാണ് ഇവിടെ കാണുന്നത്. പിന്നെ നമുക്ക് സെർച്ച് കൊടുക്കാൻ സാധിക്കും. ഇവിടെ സെർച്ചിൻ്റെ അവിടെ നമ്മൾ ഡീറ്റെയിൽ എൻട്രി ചെയ്ത്
ഇവിടെ മേളിൽ കണ്ടോ ഫ്ലൈ അറൈവലും ഉണ്ട് ഫ്ലൈയിങ്ങും ഉണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ കൊടുത്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. ഞാൻ വേറൊരു ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽ എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിന് ഞാൻ സെറ്റ് ആസമായി ഇത് കൊടുക്കുന്നു. കൊടുത്തു കഴിയുമ്പോഴത്തേന് കണ്ടോ അതിൻ്റേത് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. കണ്ടോ 1 hour 1 മണിക്കൂർ 18 മിനിറ്റും കൊണ്ട് ഗേറ്റ് C2ൽ നിന്ന് ഈ ഫ്ലൈറ്റ് പോകുന്നു. അപ്പോൾ നമുക്ക് ഏത് ഗേറ്റിൽ നിന്നാണ് എവിടെയാണിത് ഈ ഫ്ലൈറ്റ് ബോർഡിങ്ങിൽ കിടക്കുന്നതെന്നും എവിടെ നിന്നാണ് നമുക്ക് പോകേണ്ടതെന്നും നമുക്ക് ഇവിടെ കാണിച്ചു തരും. ഏത് ഗേറ്റിലാണുള്ളത്, ഏത് ഗേറ്റിലേക്കാണ് C2 ഗേറ്റിലേക്ക് പോകണം എന്നാണ് നമ്മളോട് ഈ ആപ്ലിക്കേഷൻ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്തുള്ളതെന്ന് പറയുന്നത് പാസഞ്ചർ ഇൻഫോർമേഷൻ. അതിനകത്ത് എയർലൈൻസിൻ്റെ ഇൻഫോർമേഷൻ ഉണ്ട്, വൈഫൈഡ് ഉണ്ട്, വിസ, ട്രാവൽ ഡോക്യുമെൻ്റ്. അതായത് പലരും എന്നോട് ചോദിച്ചു നമ്മൾ ഇങ്ങോട്ട് വിസിറ്റിങ്ങിനായിട്ടൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻ്റാണ് കയ്യിൽ വേണ്ടിയെന്നൊക്കെ. അതൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിലേക്ക് പോകും. അവിടെ ഡീറ്റെയിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻ്റാണ് വേണ്ടിയെന്ന് കാണിച്ചു തരും. പിന്നെ സ്റ്റോറുകളാണ്. അതായത് ഇവിടെ സ്റ്റോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എയർപോർട്ടിലുള്ള സ്റ്റോറിൻ്റെ ഡീറ്റെയിലൊക്കെ കാണിച്ചു തരും. പിന്നെ റെസ്റ്റോറൻ്റാണ്. നമുക്ക് റെസ്റ്റോറൻറ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ടെർമിനൽ 3യിലുള്ള റെസ്റ്റോറൻറ്റ് ലിസ്റ്റും അതിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് ഓർഡർ ചെയ്യാനും സാധിക്കും. പിന്നെ നമുക്കുള്ളത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ കോണ്ടാക്റ്റസ് ആണ്. കോണ്ടാക്റ്റസ് ഇമ്പോർട്ടൻ്റ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സാധനം ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്ന് കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിലൊക്കെ എൻട്രി ചെയ്തിട്ട് നമ്മുടെ വിവരങ്ങളെല്ലാം എൻട്രി ചെയ്തതിന് ശേഷം എവിടെയാണ് ലോസ് ആയത് എന്നൊക്കെ ടെർമിനൽ 1ലാണ്, ടെർമിനൽ 1ൽ ഏത് ലൊക്കേഷനിലാണ് എന്നൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ലൊക്കേഷനൊക്കെ സെലക്ട് ചെയ്യാം. ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് കണ്ടോ ഇവിടെ എല്ലാം സെലക്ഷനാണ്. എന്നിട്ട് നമുക്ക് വിവരം പറഞ്ഞിട്ട് ഇവിടെ എൻട്രി ചെയ്തതിന് ശേഷം സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എയർപോർട്ട് അതോറിറ്റി നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലോസ് ആയിട്ടുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് പെട്ടെന്ന് തന്നെ എയർപോർട്ട് അതോറിറ്റി അറിയിക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഫോൺ നമ്പേഴ്സാണ്. ഫോൺ നമ്പേഴ്സ് ഇവിടെ ഇൻഫോർമേഷൻ്റെ ഫോൺ നമ്പറുണ്ട്, സെക്യൂരിറ്റിയുടെ ഉണ്ട്, ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിൻ്റെ ഫോൺ നമ്പറുണ്ട്. പിന്നെ എയർലൈൻസിൻ്റെ, അതായത് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എയർലൈൻസുകാരെ അറിയിക്കണമെങ്കിൽ അവരുടെ ഫോൺ നമ്പറുണ്ട്. അങ്ങനെ പാർക്കിങ്ങിൻ്റെ ഉണ്ട്. പിന്നെ പബ്ലിക് അഫെയർ, ടാക്സി, പിന്നെ ടാക്സി, ഏറ്റവും അവസാനം ടാക്സിയുടെ ഫോൺ നമ്പറുണ്ട്. അപ്പോൾ ഇത്രയാണ്. ഞാനിത് ഓടിച്ചിട്ടാണ് കുറച്ച് സ്പീഡപ്പ് പറഞ്ഞതേ ഉള്ളൂ, കാരണം വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ്. ഇത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഞാൻ അതൊന്ന് ജസ്റ്റ് ഈ ഇത്രയും കാര്യങ്ങളൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് വേണ്ടത് മൈ ട്രിപ്സ്, നമ്മുടെ ഫ്ലൈറ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് മുമ്പോട്ട് ആ ഫ്ലൈറ്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും അറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഷെഡ്യൂളിനെ കുറിച്ച് അറിയാൻ സാധിക്കും. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോണ്ടാക്റ്റ് അസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യം നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽ നമുക്കറിയാൻ സാധിക്കും. അത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടിൻ്റെ അകത്ത് എല്ലാ ഗൈഡൻസും ഈ ആപ്ലിക്കേഷൻ തരും. ആ ബോർഡിങ്ങിൽ കിടക്കുന്ന ഫ്ലൈറ്റ് വരെ ചെല്ലാനായിട്ടുള്ള കാര്യം വരെ ഇത് നമ്മളെ പറഞ്ഞു തരും. രണ്ടാമത് റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെയാണ് ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ. പിന്നെ കോണ്ടാക്റ്റേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയ ഇൻഫോർമേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ടൂറിസ്റ്റുകൾക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ട്രാവൽ ഏജൻസിയെ ബന്ധപ്പെടാം. അങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഞാനിപ്പോൾ ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാണ്. ഓക്കെ കൂട്ടുകാരെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക, പിന്നെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. പിന്നെ ഇനിയും നിങ്ങൾ ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.